ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാകും എന്ന് തിരുവചനം എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് കർത്താവ് നീതി നടത്തിത്തരാൻ പോകുന്നു. നമുക്ക് നേരെയുള്ള അനീതികളെ കർത്താവ് എന്നേക്കുമായി തുടച്ചു നീക്കാൻ പോകുന്നു. കർത്താവായ ദൈവം, നിങ്ങളുടെ ഹൃദയത്തെ അറിയാവുന്നവൻ, നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കിയ ദൈവം, നിങ്ങൾക്ക് നീതിക്ക് അർഹതയുണ്ട് എന്ന് ബോധ്യപ്പെട്ട ദൈവം നിങ്ങൾക്ക് നീതി നടത്തിത്തരും. അവിടുന്ന് നീതിമാനാണ്. നീതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, ബിസിനസ്സിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് നീതി ആവശ്യമാണ്. കർത്താവേ, എന്നോട് അനീതി കാണിക്കുന്നവരെ ഇന്ന് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. എല്ലാം സംശയത്തോടെ നമ്മെ വീക്ഷിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മറ്റു കൂടപ്പിറപ്പുകൾ, അയൽവാസികൾ, ഇവരുടെ നേരെ എത്ര നാം നല്ലത് ചെയ്താലും നല്ലത് പറഞ്ഞാലും എല്ലാം സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ട് നമുക്കെതിരെ അനീതി പറഞ്ഞു പരത്തി, അപവാദം പറഞ്ഞു വരുത്തി നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ ഉയർത്തി നിങ്ങൾക്ക് സ്ഥിരമായി അവിടുന്ന് നീതി നടത്തിത്തരും. അവിടുന്ന് നിങ്ങളുടെ നീതിയെ സുസ്ഥാപിതമാക്കും. എന്തെന്നാൽ ദൈവം നീതിമാനാണ്. നീതിമാനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിച്ചിരിക്കും. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവിടുത്തെ നീതിക്ക് നിങ്ങൾ പാത്രരാകുകയാണ് ചെയ്യുന്നത്. അതിനാൽ വിശ്വാസത്തോടെ കർത്താവ് എനിക്ക് നീതി നടത്തിത്തരും, എൻ്റെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും അവിടുന്ന് ക്ഷമിക്കും, എനിക്ക് ദൈവം, എൻ്റെ കർത്താവിൽ നിന്നും എനിക്ക് നീതിയുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ശാന്തമായ സമാധാനത്തോടെ ഉള്ള ഒരു ദിവസം കൂടി നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളെയും കർത്താവിന് എടുത്തു മാറ്റും. സന്തോഷത്തോടെ നല്ലൊരു മനോഹരമായ ദിവസം കർത്താവിന് നിങ്ങൾക്ക് നൽകും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 35, 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ദൈവമായ കർത്താവേ, എനിക്ക് നീതി നടത്തിത്തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തിത്തരണമേ. അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ. ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് അവർ പറയാതിരിക്കട്ടെ. ഞങ്ങൾ അവനെ വിഴുങ്ങി എന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ. എൻ്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ. എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പൊതിയട്ടെ. എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ. അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വർഷങ്ങളായി ഞങ്ങൾക്ക് നേരെയുള്ള നീതി നിഷേധകമായ പ്രവർത്തനങ്ങൾ കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒത്തിരി വർഷങ്ങളായി നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീതിമാനായ ദൈവമേ, അവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കണമേ. കർത്താവേ, അവരുടെ നിസ്സഹായത, നിഷ്കളങ്കത നീ അറിയുന്നുണ്ടല്ലോ. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കുന്ന എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ
ആരോപിക്കുന്ന എല്ലാ അനീതിപരമായ സാഹചര്യങ്ങളെ, വാക്കുകളെ, പ്രവർത്തനങ്ങളെ എല്ലാം നീ കാണുന്നുണ്ടല്ലോ. കർത്താവേ, ഇവരുടെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും, ഇവർക്കെതിരെ അനീതി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈശോയെ നിൻ്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് ഈ മക്കൾക്ക് നീതി നടത്തി കൊടുക്കണമേ. നീതിമാനായ ദൈവമേ, നിൻ്റെ നീതിയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങൾ നിൻ്റെ നീതിയിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് നീതി നടത്തിത്തരാൻ അവിടുന്ന് എഴുന്നേൽക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശോധിച്ചറിഞ്ഞ് ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ കൃപ തരണമേ. കർത്താവേ, ഞങ്ങളുടെ ഓഫീസുകളിൽ ഞങ്ങൾക്കെതിരെയുള്ള അനീതിപരമായ പെരുമാറ്റങ്ങൾ നീ കാണണമേ. ഞങ്ങൾ ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടും ആ ജോലിക്ക് അനുസരിച്ചുള്ള പ്രതിഫലം തരാതെ ഞങ്ങൾക്ക് നേരെ അനീതി കാട്ടുന്ന എല്ലാവരുടെ മേലും ഇന്ന് നീ ഇടപെടണമേ. കർത്താവേ, ഞങ്ങൾക്ക് നിൻ്റെ കരുണ ആവശ്യമാണ്. ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ തന്നെ പ്രിയപ്പെട്ടവർ, ജീവിത പങ്കാളി ഞങ്ങളോട് അനീതി കാണിക്കുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, അവരെയും രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സംശയത്തോടെയുള്ള പരസ്പര സംസാരവും വിദ്വേഷപരമായ പരസ്പര ഇടപെടലും കാരണം കർത്താവേ, അവിടെയും ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. ദൈവമേ, നിൻ്റെ നീതിയിൽ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. നിൻ്റെ നീതിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിമാനായ ദൈവമേ, ഞങ്ങളിൽ നിന്ന് അനീതി എന്നേക്കും തുടച്ചു നീക്കണമേ. കർത്താവേ, ഞങ്ങളും മറ്റുള്ളവരോട് നീതിപൂർവകമായി പെരുമാറാനും മറ്റുള്ളവരും ഞങ്ങളോട് നീതിപരമായി പെരുമാറാൻ ഇന്ന് അങ്ങിടപെടണമേ. അങ്ങയുടെ അനന്തമായ സ്നേഹത്താലും കാരുണ്യത്താലും നീതിയാലും കൃപയാലും ഇന്ന് ഞങ്ങളെ നിറച്ച് ഞങ്ങൾക്കെതിരെ അനീതി ചെയ്തതിൻ്റെ ഹൃദയമുറിവുകളെ കർത്താവേ ഇന്ന് നീ സുഖപ്പെടുത്തണമേ. ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ഞങ്ങൾക്കെതിരെ അനീതി ചെയ്തപ്പോൾ ദൈവമേ, മുറിഞ്ഞുപോയ ഹൃദയത്തെ, മുറിപ്പെട്ട ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ നീതി എത്ര വലുതാണ്. ഞങ്ങൾ നിൻ്റെ നീതിക്കു വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ സംതൃപ്തരാകും എന്നരുളി ചെയ്ത ഈശോനാഥ, ഇന്ന് നിൻ്റെ നന്മകളെ ഓർത്ത്, നിൻ്റെ നീതിയെ ഓർത്ത്, നിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് പരിപൂർണ സംതൃപ്തി നൽകി, സന്തോഷം നൽകി. ഇന്നത്തെ ദിവസം എല്ലാം നിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കാത്തുകൊള്ളണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപപ്പിഴകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകി അങ്ങയുടെ നീതി പ്രദാനം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തടസ്സപ്പെട്ട് കിടക്കുന്ന ശമ്പളം അവിടുന്ന് ഇന്ന് തന്നെ അത് റിലീസ് ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിപ്പോയവർ അത് തിരികെ തരാനുള്ള ഒരു മനസ്സ് കൊടുത്ത്, സമ്പത്ത് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ ചെയ്യുന്ന നന്മയ്ക്ക് തിരികെ നന്മ ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ. ഈ ലോകം മുഴുവനും നിൻ്റെ സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ നിൻ്റെ സമാധാനം പുനഃസ്ഥാപിക്കട്ടെ. കർത്താവേ, സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ, യുദ്ധങ്ങളും വേദനകളും നിരാശയും മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ സമാധാനം ഞങ്ങളിൽ പുനഃസ്ഥാപിക്കണമേ. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്. ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾക്ക് മോചനം നൽകി ഇന്നെല്ലാ കാര്യങ്ങളും നീതിയോടെ പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് അനുകൂലമായി നിൻ്റെ നീതി വരുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, കർത്താവേ, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും നീ കാത്തുകൊള്ളണമേ. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് നല്ലൊരു വിശേഷം കേൾക്കാൻ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. യാത്ര ചെയ്യുന്ന എല്ലാവർക്കും നിൻ്റെ സംരക്ഷണം നൽകണമേ. കർത്താവേ, വിദേശ രാജ്യങ്ങളിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകി നിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ ചൊരിയണമേ. നാട്ടിലേക്ക് വരാൻ പോകുന്ന എല്ലാവരെയും പൂർണ്ണമായി സംരക്ഷിച്ച് യാതൊരാപത്തും കൂടാതെ അവരെ തിരികെ കൊണ്ടുവരണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളെല്ലാവരെയും ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തിത്തരുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്കെല്ലാ മേഖലയിലും നീതി ലഭിക്കുവാൻ നീതിമാനായ അങ്ങയുടെ ദിവ്യപുത്രനോട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ നീതിയാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പൂർണ്ണ സംരക്ഷണവും സമാധാനവും സന്തോഷവും അവിടുത്തെ അനന്തമായ സ്നേഹവും ഇന്ന് ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രകളിൽ, പോക്കിലും വരവിലും എല്ലാം കർത്താവ് സംരക്ഷിച്ച് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.